നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരുപാട് സെമസ്റ്റർ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഇനി വരാൻ പോകുന്ന സെമസ്റ്റർ എക്സാംസിനൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. എസ്പെഷ്യലി നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഒക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ്, അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ്, അവർ നമ്മളോട് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ അവർ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട്, അല്ലെങ്കിൽ അവരുടെ മെയിൻ ടെൻഷൻ എന്ന് പറയുന്നത് തന്നെ എക്സാംസ് പാസ്സാവുമോ അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റു പോകുമോ എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയാലും കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, എക്സാംസ് പാസ്സാവാൻ ഈസി ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പോൾ എക്സാംസ് ഒക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസിൻ്റെ ഒരു കോമൺ ഡൗട്ടാണ്, എക്സാംസ് ഫെയിൽ ആവുമോ അല്ലെങ്കിൽ പാസ്സാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണോ, എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്. ഇത്തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാസ്സാവുന്ന കാര്യത്തിൽ അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലരും പല ഏജ് ഗ്രൂപ്പിലുള്ളത് കൊണ്ട് തന്നെ പലർക്കും പല ടെൻഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ടെൻഷനാണ് ഈ എക്സാംസ് പാസ്സാവുമോ എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ അതിൽ നമുക്ക് മലയാളത്തിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു കോമൺ ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതും. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പല ഏജിലുള്ള സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബുദ്ധിമുട്ടായി പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതിലെ കോഴ്സുകളൊക്കെ ഒരു ആശ്വാസമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മലയാളത്തിൽ എക്സാംസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു പ്രധാന ഘടകം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിനോട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൽ എക്സാംസ് പാസ്സാവാം എന്നുള്ളത്. ഇപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റീസിനൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കറിയാം, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും അത് ഏത് കോഴ്സ് ആയിക്കോട്ടെ, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുന്നതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. ഇത്തരത്തിൽ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ നമുക്ക് ഡിഗ്രി ചെയ്യാം എന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ്. അപ്പോൾ ഇത്തരത്തിൽ മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാം എന്നുള്ളൊരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് യൂണിവേഴ്സിറ്റിയിലെ എക്സാംസ് നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടാണ്, എല്ലാ കോഴ്സുകളും നമുക്ക് മലയാളത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത്. നമുക്കറിയാം, ഈ ഒരു ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് SSLC +2 പോലെ നമ്മുടെ ഹയർ സ്റ്റഡീസിനുള്ള ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണെന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം, ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകും തോറും നമ്മൾ ഏത് കോഴ്സുകൾ എടുത്തോട്ടെ എല്ലാം നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ ഒരു മെയിൻ ലാംഗ്വേജ് ആക്കി കണക്കാക്കിയിട്ടായിരിക്കും നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഹയർ സ്റ്റഡീസ് ഒക്കെ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബുദ്ധിമുട്ടല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൽ ഇംഗ്ലീഷിലും എക്സാംസ് എഴുതാം.
എന്നാൽ ഈ ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളമാണ് മലയാളം എന്നുള്ളൊരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BA പൊളിറ്റിക്സ് പോലെയുള്ള കോഴ്സുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ എക്സാംസ് എഴുതാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഓക്കെ, നമുക്കറിയാം ഹിസ്റ്ററി പോലെയുള്ള കോഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മളൊരു കഥ രൂപേണയായിരിക്കും മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ഹിസ്റ്ററി പോലെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർക്കൊക്കെ ആ ഒരു കോഴ്സിൻ്റെ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ BBA BCA പോലെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ BCom പോലെയുള്ള കോഴ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അതൊക്കെ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. ആ ടേംസ് ഒന്നും നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ടേംസുകളാണ്. അത്തരത്തിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പഠിക്കാൻ പറ്റാത്ത കോഴ്സുകളാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലും എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സാംസ് അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഇതിൽ ഒരു എക്സാം ഒരു ലാംഗ്വേജിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇംഗ്ലീഷും മലയാളവും മിക്സ് ആക്കിയിട്ട് എഴുതരുത്. ഒന്നെങ്കിൽ മലയാളത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് എക്സാം എഴുതുക എന്നുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതും. അപ്പോൾ അത്തരത്തിൽ മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാം എന്നുള്ള ഒരു പ്രധാന ഘടകം മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പറയാം നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾ ഈസി ആയിട്ട് പാസ്സാക്കി എടുക്കാം എന്നുള്ളത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സെമസ്റ്ററുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് 4-5 പേപ്പേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അതും ചെറിയ ചെറിയ സിലബസുകളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ സിലബസുകൾ നമ്മൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ പഠിക്കാം. എക്സാംസും അങ്ങനെ തന്നെ എഴുതാം. പിന്നെ അതുമല്ല, ഇവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാമിൻ്റെ ഒരു ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സാറ്റർഡേസിലും സൺഡേസിലും മാത്രമായിട്ടാണ് യൂണിവേഴ്സിറ്റീസ് എക്സാംസ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിലേക്ക് നമുക്ക് ഒരു 1 വീക്കോളം ടൈമും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് എക്സാമിൻ്റെ ഇടയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ പാസ് മാർക്ക് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് വീഡിയോസിൽ പാസ് മാർക്കിൻ്റെ കാര്യം കൂടെ പറഞ്ഞതാണ്. അതായത് നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ റിട്ടൺ എക്സാം നമുക്ക് 70 മാർക്കിനാണ് വരുന്നത്. അതിൽ ആക്ച്വലി 21 മാർക്ക് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സെക്ഷൻ ഉണ്ടായിരിക്കും. 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ വെറും 21 മാർക്ക് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. എന്നാൽ റിട്ടൺ എക്സാം മാത്രം എഴുതിയത് കൊണ്ട് നമ്മൾ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് പോവില്ല. അതിൽ ഏറ്റവും നിർബന്ധമായിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒന്നാണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റിയിൽ ഒരു പേപ്പറിന് 2 അസൈൻമെന്റ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ അസൈൻമെന്റ് 30 മാർക്കിനായിരിക്കും നമുക്ക് അസൈൻമെന്റ് വരുന്നത്. ഒരു അസൈൻമെന്റിന് 15 മാർക്ക്, അടുത്ത അസൈൻമെന്റിന് 15 മാർക്ക്, അങ്ങനെ ടോട്ടൽ 30 മാർക്കിനാണ് അസൈൻമെന്റ് വരിക. അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് രണ്ടും നമ്മൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൾസറി ആണ്. അപ്പോൾ റിട്ടൺ എക്സാം എഴുതിയതുകൊണ്ട് മാത്രം നമ്മൾ പാസ്സാവില്ല. കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 അസൈൻമെന്റും കൂടെ സബ്മിറ്റ് ചെയ്യുക. അസൈൻമെന്റിന് ഇത്ര പാസ് മാർക്ക് വേണം എന്നൊന്നും യൂണിവേഴ്സിറ്റി പറയുന്നില്ല. അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ബാക്കി മാർക്ക് ഈ അസൈൻമെന്റിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ എക്സാമിലേക്ക് ആഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിലും എക്സാം പാറ്റേൺ, എക്സാമിൻ്റെ ടൈം, ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാം സ്റ്റുഡൻസിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഫ്രഷ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ തോൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരിക്കലും പേടിക്കേണ്ട. കാരണം നമുക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്തരത്തിൽ സ്റ്റുഡൻസിന് പെട്ടെന്ന് പാസ്സാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ, റിവിഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാംസിനെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആൻസർ ഷീറ്റിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇനി എക്സാം പാസ്സാവില്ല എന്നുള്ള ടെൻഷൻ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉടനീളം നമ്മൾ സംസാരിച്ചത് എക്സാം പാസ്സാവാൻ പറ്റുമോ എന്നുള്ള സ്റ്റുഡൻസിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.